ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറേ നാളായിട്ട് നമ്മൾ അക്യൂറത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നിന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എയറോക്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, എയറോക്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ കുറച്ച് നാൾ വണ്ടി കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വണ്ടി ഓട്ടത്തിൽ നിന്ന് പോലും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോർക്ക് ഒരു സുഖമില്ല, അങ്ങനെയൊക്കെയുള്ള. അപ്പം ഞാൻ ഈ ഫോർക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 7ാമത്തെ സർവീസ് കഴിഞ്ഞു. 7ാമത്തെ സർവീസിൻ്റെ കൂടെ തന്നെ ഈ ഫോർക്ക് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. 13,000 കിലോമീറ്ററിൽ ഈ ഫോർക്കിൻ്റെ ഓയിലൊക്കെ മാറേണ്ടതാണ്. പക്ഷേ 3ാമത്തെ സർവീസ് ആയപ്പോഴത്തേക്കും ഫോർക്ക് ഭയങ്കര അടിയും റിട്ടേൺ കിട്ടാത്ത രീതിയിലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോർക്ക് എന്ന് പറയുമ്പോൾ ഈ 2 സെറ്റ് ടീ സ്റ്റെമ്പ്, ഇതിൻ്റെ അകത്തെ കോണുംപാളും മൊത്തത്തിൽ വരും. ഏകദേശം അറൗണ്ട് ഒരു 15,000 രൂപയ്ക്ക് അടുപ്പിച്ച് വരും. പക്ഷേ ഈ ഇപ്പോൾ 2ാമത് മാറിയിരിക്കുന്ന ഐറ്റം ഇന്ത്യൻ ഫോർക്കല്ല, ഇന്തോനേഷ്യൻ ഫോർക്കാണ്. അത്രയും ക്വാളിറ്റി ഉണ്ട്. എനിക്ക് എൻ്റെ ഷോറൂമിൽ നിന്ന് എനിക്ക് നല്ലൊരു ഫോർക്ക് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. അവർ ഇന്തോനേഷ്യൻ ഫോർക്ക് അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. കൊള്ളാം, അടിപൊളി, ഒന്നും പറയില്ല. നല്ല സസ്പെൻഷൻ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിന് ഞാൻ ഷോറൂമിൽ നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ എപ്പോഴും നമ്മളെ വണ്ടിയുടെ കംപ്ലൈൻറ്റുകൾ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. പകരം ഇതിനകത്ത് നല്ല കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് പറയണം. ചിലരുണ്ട് 24 മണിക്കൂറും കമ്പനി അങ്ങനെയാണ്, കമ്പനി ഇങ്ങനെയാണ്, മറ്റേയാണ്, മറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയെന്ന് വെച്ചാൽ മുമ്പ് എൻ്റെ വണ്ടിയിൽ കുറേ കംപ്ലൈൻറ്റുകളുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ കംപ്ലൈൻറ്റുകളെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവച്ചു. അതുപോലെ തന്നെ ഇപ്പോഴും അവർ നല്ല ഐറ്റംസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അത് വാറണ്ടിക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തന്നതാണ്. നിങ്ങളുടെ ഫോർക്ക് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര ഈ എയറോക്സ് ഓടിക്കുന്നവർക്കൊക്കെ അറിയാം, ഭയങ്കര അടിയും കാര്യങ്ങളും റിട്ടേൺ അടിക്കും, വല്ല ഹമ്പിലങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ടപ്പ് എന്ന് പറയുന്ന സൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഷോറൂമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ വാറണ്ടി ഇരിക്കുന്ന പയ്യൻ നിങ്ങളുടെ ഫോർക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തീർത്തും വാറണ്ടിക്ക് ഇട്ട് തരും. പുതിയ വണ്ടിയാണെങ്കിൽ സർവീസ് എല്ലാം കംപ്ലീറ്റ് പക്കയായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല ഷോറൂമാണെങ്കിൽ അവർ നിങ്ങൾക്ക് മാറിത്തരും. എനിക്കതണക്ക് മാറിത്തന്നു. നമ്മുടെ ഷോറൂം നീറ്റായിട്ട് നമുക്കിത് ചെയ്ത് തന്നതുകൊണ്ട് എനിവേ താങ്ക്സ് എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ എയറോക്സ് വണ്ടിയെക്കുറിച്ച് ചോദിക്കുന്നവർക്ക് നല്ല വണ്ടിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഓഫ് റോഡും കാര്യങ്ങളും അത്യാവശ്യം നല്ലതാണ്. ബാക്ക് ഷോക്ക് അബ്സർ ഇത്തിരി മോശമാണ്. പിന്നെ സീറ്റും അകത്തെ കപ്പാസിറ്റി എല്ലാം പക്കയാണ്. മൈലേജ് ഇത്തിരി ഷോർട്ടാണ്, അത് പറയാതിരിക്കാക്കില്ല, മൈലേജ് ഷോർട്ടാണ്. പിന്നെ ബ്രേക്കിംഗ് എല്ലാം പക്കയാണ്. കറക്റ്റ് സർവീസും കാര്യങ്ങളും ചെയ്ത് നേരത്തെ ചെയ്യുന്നെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ തോന്നിയത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതാണ്. നിങ്ങൾക്കറിയില്ല, മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് കുറച്ച് കമ്പനിക്കെതിരെ ഞാൻ ഇതാണൊക്കെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അന്ന് എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ വണ്ടിക്ക് ഇത്തിരി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കംപ്ലൈൻറ്റ് അവരെ കൊണ്ട് പരിഹരിക്കാൻ ഒക്കൂലെന്ന് തോന്നി. കയറി ഇറങ്ങി മടുത്ത് അവസാനം നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞു. കാര്യം നമ്മളത് പറഞ്ഞാലേ ഒക്കെയുള്ളൂ. നമ്മളെ വണ്ടിക്ക്, നമ്മൾ പുതിയതായിട്ട് എടുത്ത വണ്ടിക്ക് അതിന് വാറണ്ടി ഉണ്ടെങ്കിൽ അവർ ചെയ്ത് തരേണ്ടി വന്നു. അത് ചെയ്ത് തന്നില്ലെങ്കിൽ നമ്മൾ റൈസായാലേ ഒക്കെയുള്ളൂ. റൈസായെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അടി ഉണ്ടാക്കി എന്നല്ലേ, മാന്യമായിട്ട് കാര്യം പറഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞാൽ വേറൊരു പ്രശ്നവുമില്ല. ഏത് കമ്പനി ആയാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആക്കാവുന്ന കേസുള്ളൂ. അപ്പോൾ അത് കണക്ക് സംസാരിച്ച് മാന്യമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ചിലരുണ്ട് ഫസ്റ്റ് സർവീസിന് അത് ചെയ്തില്ല, സെക്കൻഡ് സർവീസിന് ഇത് ചെയ്തില്ല, തേർഡ് സർവീസിന് ഇത് ചെയ്തില്ല. അവർ ചെയ്യുന്നതെന്ന് നോക്ക്, ചെയ്തോ നോക്ക്. ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. അവർ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ കംപ്ലൈൻറ്റ് പറയുക, ആവശ്യത്തിന് റൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എയറോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ബാക്ക് ഷോക്ക് അബ്സർ എനിക്കറിയാൻ വയ്യ, എന്താണെന്ന് അറിയാൻ വയ്യ. അതും ഭയങ്കര ഹാർഡാണ്. ബട്ട് ബാക്ക് ഷോക്ക് അബ്സർ നമ്മളിപ്പോൾ ലോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓടുന്നതിൻ്റെ സ്പീഡ് എത്തി കുറയും എന്നൊക്കെ പൊതുവെ ഒരു ന്യൂസുണ്ട്. എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ. ടോട്ടലി എല്ലാ ബാക്ക് ഷോക്കും ഇത് ടൈറ്റുണ്ട്. എയറോക്സിന് വരുന്ന എല്ലാ ഷോക്കും ടൈറ്റുണ്ട്. അതിൻ്റെ ഇനി വാറൻറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറുപ്പല്ല, റിട്ടേൺ അടി, ഓട്ടിക്ക് വെക്കുന്നില്ല, നടുവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഒന്ന് കാണിച്ചു നോക്കാം. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർ തീർത്തും മാറി തന്നിരിക്കും. നല്ല ഷോറൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാറി തന്നിരിക്കും. നമ്മുടെ ഷോറൂം ആറ്റിങ്ങിലാണ്, ഞാൻ ആറ്റിങ്ങൽ ഷോറൂമിലാണ് കാണിക്കുന്നത്. ഇവിടെ എനിക്ക് അതിനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ എല്ലാം പക്കാ നീറ്റായിട്ടാണ് അവർ ചെയ്തു തന്നത്. വണ്ടി നല്ല കണ്ടീഷനാണ്, ഓക്കെയാണ്. ഞാൻ കൂടെ തമിഴ്നാട് കാര്യങ്ങളൊക്കെ ഓടുന്നത് നിങ്ങൾക്കറിയാമല്ലോ, തമിഴ്നാടും കാര്യങ്ങളൊക്കെ ഓടുന്നതാണ്. വണ്ടി അത്രയ്ക്ക് നീറ്റായിട്ടുണ്ട് ഇപ്പം. അതുകൊണ്ട് എനിവേ താങ്ക്സ് എന്ന് എനിക്ക് പറയാക്കുള്ളൂ. എനിക്ക് ഇത് പൊതുജനത്തിൻ്റെ കൂടെ എനിക്ക് ഇത് സംസാരിക്കാക്കുള്ളൂ. മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന ഹാപ്പി അത് അവരിലെത്തട്ടെ, അവരിത് കാണട്ടെ, അവർ കണ്ട് അവരും ഓക്കെ ആവട്ടെ.
എനിക്ക് നേരത്തെ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാക്കില്ല മനുഷ്യരില്ലേ, ചിലപ്പോൾ ഓക്കെ അതാണ് ഇതാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷിക്കും. അതിനെക്കാട്ടി ഇതണക്ക് കണ്ട് അവർ സന്തോഷിക്കട്ടെ എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, എനിവേ ഞാൻ വീഡിയോ ചുരുക്കുന്നു. താങ്ക് യു.